CPIM-ലെ ആഭ്യന്തര പ്രശ്നം സമാനതകളില്ലാത്ത രീതിയിൽ അതിരൂക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ആ പാർട്ടിയുടെ സംവിധാനം തന്നെ ശിഥിലപ്പെടാം, പൊട്ടിത്തെറിക്കാം. പല ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങളിലും പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് CPIM എത്തിച്ചേർന്നിരിക്കുമ്പോൾ കോഴിക്കോട് അതിനേക്കാൾ ഭീകരമാകുന്ന അവസ്ഥയിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ, ജില്ലാ കമ്മിറ്റി സമ്മേളനത്തിൽ പറഞ്ഞത് CPIM നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇങ്ങനെ മുഖ്യമന്ത്രി പറയുമെന്ന് MV ഗോവിന്ദനോ അല്ലെങ്കിൽ കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട നേതാക്കളോ P ജയരാജനോ MV ജയരാജനോ EP ജയരാജനോ ഒന്നും കരുതിയിട്ടില്ല. അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ആ സത്യം തുറന്നു പറഞ്ഞത്. CPIM-ന് ഇനി അധിക നാൾ കേരളത്തിൽ തിളങ്ങി നിൽക്കാൻ കഴിയില്ല. കേരളം ബംഗാൾ പോലെ ആകുന്ന ഒരവസരത്തിലേക്ക് പോവുകയാണ്. CPIM-നെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അണികളും നേതാക്കന്മാരും തമ്മിലുള്ള ബാന്ധവവും ഒക്കെ എന്നേ അവസാനിച്ചിരിക്കുന്നു. നേതാക്കളിൽ ചിലരുടെ ഇടപെടൽ, അഹങ്കാരം പെരുത്ത ഇടപെടൽ അണികളിൽ വലിയ രീതിയിലുള്ള വേർതിരിവുണ്ടാക്കിയിരിക്കുന്നു. പല നേതാക്കളെയും അണികൾ തള്ളിപ്പറയുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ കോഴിക്കോട് തുറന്നടിച്ചത്. എന്നാൽ അതിനെക്കുറിച്ച് ജനങ്ങൾ പറയുന്ന, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നൊരു കമൻ്റ് ഉണ്ട്, അല്ലെങ്കിലും അമ്മാവന് അടുപ്പിലും കാര്യം സാധിക്കാമല്ലോ എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. പിണറായി വിജയന് എന്ത് രീതിയിലുള്ള പാർട്ടി വിരുദ്ധ നടപടിയും എടുക്കാം, അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യാൻ വരില്ല. എന്നാൽ കുട്ടി സഖാക്കന്മാർ പാർട്ടി വിരുദ്ധ നടപടിയെടുത്താൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന രീതിയിൽ പാർട്ടിയുടെ സൈബർ ഇടങ്ങളിൽ തന്നെ പിണറായിക്കെതിരെ തിരിച്ചൊരു അറ്റാക്ക്, അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പാർട്ടി നേതാക്കന്മാർ അവർ നിലവിട്ട് പെരുമാറുന്ന രീതിയിൽ വന്നപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിന് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഏറ്റവും നിർജീവമാകുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ വലിയ നേട്ടമുണ്ടാക്കിയ CPIM-ന് ഇത്തവണ അതുപോലെ ഒന്ന് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അതുപോലെ തന്നെ ആവർത്തിച്ചില്ലെങ്കിൽ പോലും UDF-ന് മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഒരു ഘട്ടം കൂടി ഭരണം കിട്ടിയാൽ നാട് കുട്ടിച്ചോറാകുമെന്ന ജനങ്ങളുടെ ആശങ്ക അതിതീവ്രമായി വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നു എന്ന പരസ്യമായ തുറന്ന സമ്മതമാണ് ഇപ്പോൾ പിണറായി വിജയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വെച്ച് നടത്തിയത്. അതൊരു ഏറ്റുപറച്ചിലാണ്. തൻ്റെ ഭരണം നാറി നശിച്ചിരിക്കുന്നു എന്ന ഒരു പരസ്യ സമ്മതമാണ് പിണറായി നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവായ VD സതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇനി എത്ര നാൾ കടിച്ചു തൂങ്ങിയിരിക്കാൻ കഴിയും? ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ കാലാവധി അവസാനിക്കും. അതോടുകൂടി CPIM-ൻ്റെ കൂടി കാലാവധി എന്നേക്കുമായി അവസാനിക്കുകയാണ്. പിണറായി വിജയൻ്റെ മാത്രമല്ല, CPIM-ൻ്റെ കാലാകാലങ്ങളിലായുള്ള അവരുടെ അധികാരമോഹത്തിന് തിരശ്ശീല വീഴാൻ പോവുകയാണെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്.